ആവശ്യങ്ങളെല്ലാം കൂടുതലും ഹയാസ് പറയുന്നത് എൻ്റെ അടുത്താണ് കേട്ടോ. ഇക്കാക്കാന്റെ അടുത്ത് ഡയറക്റ്റ് കാര്യങ്ങൾ പറയുന്നത് വളരെ റെയർ ആണ്. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാക്ക അതിന് നോ പറയാറില്ല കേട്ടോ. ഇന്നത്തെ ആവശ്യം ഞങ്ങൾ ഓഫീസിൽ നിന്ന് വന്ന പാടെ പറഞ്ഞത് ഒരു ഷെയ്ക്ക് കുടിക്കണമെന്നാണ് കേട്ടോ. നമ്മുടെ ജംഗ്ഷനിൽ തന്നെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷെയ്ക്ക് കിട്ടുന്ന ഒരു ബേക്കറി ഉണ്ട്. അപ്പൊ ഞാനും ഇക്കാക്കയും പിള്ളേരും കൂടി നേരെ അങ്ങോട്ടേക്ക് വന്നേക്കാണേ. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഷാർജ ഷെയ്ക്ക് ആണ് കേട്ടോ. ഹയാസിന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയ സ്ട്രോബെറി ഷെയ്ക്ക് തന്നെയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. പെണ്ണിന്റെ സീറ്റ് ആദ്യം കസേരയിലായിരുന്നെങ്കിലും പിന്നീട് അത് വരകാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ ഇതേ ആള് ടേബിളിന്റെ പൊക്കത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്റെന്നും ഇക്കാകാന്റെ കാര്യമായിട്ടൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. ഇത്തവണ കൂടുതലും ഇക്കാകാന്റെ കൂടെ ആയിരുന്നു കേട്ടോ അവളുടെ കഴിപ്പീര്. അതുകൊണ്ട് ആദ്യം അവള് കഴിക്കുന്നു, പിന്നെ ഇക്കാകാനെ കൊണ്ട് കഴിപ്പിക്കുന്നു, പിന്നെ ഹയാസിന് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോഴേക്കും ഹയാസിനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ട്രോബെറി ഷേക്ക് എത്തി. ഈ സമയം കൊണ്ട് ആദ്യം വന്ന ഷാർജ ഷേക്ക് ഉണ്ടല്ലോ, അതിന്നും ഹയാസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ നമ്മുടെ ഇൻസ്റ്റയിൽ ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റീൽ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ റീൽ ഇക്കാക കാണാതിരുന്നത് കൊണ്ട് തന്നെ എന്തായാലും എന്റെ റീൽ എടുക്കൽ സക്സസ് ആയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് കാര്യമായി ഞാൻ കൊടുത്തിട്ടും വേണ്ടാന്ന് പറയായിരുന്നു കേട്ടോ. അവസാനം നിർബന്ധിച്ചിട്ടാണ് അതൊന്ന് കഴിപ്പിച്ചത്. ഹംന നോക്കി മിക്കവാറും ഗ്ലാസ്സിലേക്ക് വീഴുന്ന മട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് എന്റെ നേരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഐസ്ക്രീം ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ പിള്ളേരെ ആരും നിർബന്ധിക്കണ്ടല്ലേ, അവരെന്തായാലും ആവശ്യാനുസരണം വാങ്ങി കഴിച്ചോളൂ. സ്ട്രോബെറി ഷേക്ക് ഒറ്റക്ക് തീരില്ലെന്ന് കണ്ട ഇക്കാന്റെ ഗ്ലാസ്സിലേക്ക് പകുതിയോളം പകർത്തി കാര്യമായി വടിച്ച് നക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. ഇനി വീട്ടിൽ പോട്ടെ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.